സൂര്യകുമാർ അത് എന്താ ചെയ്തത്? ക്രിക്കറ്റിനെയാണ് വണങ്ങിയത്, സഞ്ജുവിനെ അല്ല. രാജ്യത്തിന് ഒരു കടമ്പ കടത്തിയ ഒരു കളിക്കാരനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അത് സ്പോർട്സ്മാൻ ചെയ്യുന്നൊരു കഥയാണ്. അത് ഒരിക്കലും അത് ഭയങ്കരം. ആ ഒരു സീൻ ഞാൻ കണ്ടു. അത് അയാളിലെ സ്പോർട്സ്മാൻ, റിയൽ സ്പോർട്സ്മാൻ. അഹങ്കാരമില്ല, കൂടെ കളിക്കുന്നവരെ അംഗീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു റിയൽ ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് എത്രത്തോളം നമ്മുടെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ വാക്കിനെ നമ്മൾ ആ ലെവലിൽ എടുക്കണ്ട. അത് ആ നേരം പറ്റിയ ഒരു ചെറിയൊരു മനുഷ്യനല്ലേ, സംസാരിക്കുന്ന ശൈലിയിൽ ചെറിയ വ്യത്യാസം വരാം. ആ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. തിലക് വർമ്മയോ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയോ ഇല്ലാതെ ഇന്ന് ഇന്ത്യൻ T20 ടീമില്ല. അദ്ദേഹം കോച്ചായിട്ട് വന്നതിന് ശേഷമാണല്ലോ സഞ്ജു ഇങ്ങനെയെങ്കിലും ടീമിൻ്റെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ടീമിൻ്റെ കൂടെ പോകില്ലല്ലോ. ഇതിനു മുമ്പ് അങ്ങനെയാണോ? നമ്മുടെ ഗൗതം ഗംഭീർ അനുജൻ്റെ മുൻപിൽ വന്ന ഓരോ കോച്ചും ഓരോ ക്യാപ്റ്റൻസും സഞ്ജുവിനെ എന്ത് സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഇവർ ഗൗതം ഭായിയും ഈ സൂര്യകുമാർ ബെച്ചാവും അവർ രണ്ടുപേരും എന്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സപ്പോർട്ടിൽ അവൻ ഇല്ലല്ലോ.